Good morning, sir. Tanuja, good morning. I Tanuja, good morning. Okay, good morning, sir. Meghna, good morning. Good morning. Good morning, sir. Rinda, good morning. Good morning. Yes. Idea? Idea for you, idea? Good morning, sir. Yes, good morning. Good morning, sir. Yes, Akila, good morning. Good morning, sir. Okay, Suramya, good morning. Yes. Prayer, Arana? Okay, sir, prayer. Okay. Good morning, sir, and good morning, my dear friends. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I will worship your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. You are rich in love, and you are slow to anger. Your name is great, and your heart is new for all your good. I will keep on singing. 10,000 hearts reason for my heart to find. Bless the Lord, oh my soul, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I will worship your holy name. Oh my soul, oh my soul. Thank you, sir. Meghna, English Yes, sir. part and the style there. Okay, sir. Very good, very good, very good, very good. Okay, sir. Yes. Ini, thought of the day. Then, signing out. Okay. Sir, thought ഞാൻ തന്നെ പറയാം, sir. Okay. Good morning, friends, and my dear sir. Today's thought is, every day is a new chance to learn something good. Thank you, sir. Very good, very good, very good. Yes. To do something new, to learn something new. Okay, Meghna, very good. Okay, നമുക്ക് ആരംഭിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ MT6-ന്റെയും MT7-ന്റെയും കോൺവെക്കേഷൻ സെറമണി ആയിരുന്നു. 140 പേര് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇങ്ങനെ പല പല ചർച്ചകൾ വന്ന കൂട്ടത്തില് സന്ദർഭോചിതമായിട്ട് MT9 എന്ന് പറയുന്ന ബാച്ചിനെ കുറിച്ചുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേജിലുള്ള ചർച്ചയല്ല, വെറുതെ ചർച്ച വന്നു കഴിഞ്ഞപ്പോ MT9 വളരെ പക്വതയുള്ള ഒരു ബാച്ചാണെന്നാണ് പറയുന്നത്.
Yes, sir, we are proud for that. അത് ഞാൻ നിങ്ങളോട് പറയണ്ടേ? പല ബാച്ചുകളുണ്ടല്ലോ. അപ്പൊ ചിലത് ഇപ്പൊ ഓരോരുത്തരും പറയുന്നത് വളരെ പക്വതയുള്ള കുട്ടികളാണ് MT9 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു പൊൻതൂവലുണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ റോഷിനി ഞാനിപ്പോ ഈ സമയം ഉപയോഗിച്ചത്. യെസ്, ഓക്കെ 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 ഓക്കെ. അങ്ങനൊരു ധാരണ മറ്റു ടീച്ചർമാരുടെ ഇടയിലുണ്ട്, പഠിപ്പിക്കുന്ന മറ്റു ടീച്ചർമാരുടെ ഇടയിലുണ്ട്. യെസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ആ ടീച്ചർമാർ ഓരോരുത്തരുടെ പേരെടുത്ത് വെച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന കുട്ടി ഇന്ന കുട്ടി ഇന്ന കുട്ടി എന്ന് പറഞ്ഞു. എനിക്കറിയാലോ മിക്കവരുടെ പേരുകൾ. ഇപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു 17 പേര് 18 പേരൊക്കെ ഉണ്ടാവാറുള്ളൂ, എനിക്കറിയാലോ. യെസ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. എൻ്റെ കമന്റുകളും ഞാൻ അവരോട് പങ്കുവച്ചു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പറഞ്ഞോളൂ. ഓരോ ആളെ കുറിച്ച് എന്താ സാർ അഭിപ്രായം പറഞ്ഞു? സാർ പറഞ്ഞില്ല ഇന്ന കുട്ടി ഇന്ന കുട്ടി, അതും കൂടെ ഒന്ന് പറയാമോ സാർ? സാർ പറഞ്ഞില്ലേ ഓരോ ആൾക്കാർ ഓരോ വ്യക്തിനെ ഇതായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് പറയാമോ ചോദിച്ചതാ സാർ. യെസ്, അത് പറയാനൊന്നുമില്ല മേഖല, എല്ലാവരെ കുറിച്ച് നല്ല പറഞ്ഞത്. യെസ് യെസ്, വളരെ കൃത്യമായിട്ട് പറയാൻ ആരെ കുറിച്ചും മോശം പറഞ്ഞിട്ടില്ല. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ അതിന്റെ വില പേടിക്കേണ്ട. എല്ലാവരും ഒന്നിനൊന്ന്, ഒരാൾ ആ ഫീൽഡാണെങ്കിൽ അടുത്ത അടുത്ത ഫീൽഡ്, അടുത്ത വേറൊരു തലത്തിൽ, അങ്ങനെ വെച്ചാണ്. യെസ്, നോ പ്രോബ്ലം. യെസ്. അപ്പൊ അതിന്റെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ സിമ്പിൾ പ്രസന്റായ വാചകങ്ങളെ എങ്ങനെ റിപ്പോർട്ട് സ്പീച്ച് ആക്കുന്നത് നമ്മൾ നോക്കി. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ആയ വാചകത്തെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ടുള്ള വാചകങ്ങളെ റിപ്പോർട്ട് സ്പീച്ച് ആക്കുമ്പോൾ അതിന്റെ കണ്ടീഷണൽ ഫോമിൽ എഴുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാചകങ്ങളെ റിപ്പോർട്ട് സ്പീച്ചിലാക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഞാൻ പറഞ്ഞു നിർത്തിയത്. ഞാൻ അത് വേണമെങ്കിൽ കൊണ്ടിട്ടോട് പറയാനുണ്ട്, നമുക്കത് പറയാം. ഓക്കെ. യെസ്. അപ്പൊ ഇത്രയും നാള് ഞാൻ ഏതാണ്ട് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് വന്നിട്ടുണ്ട്. യെസ്. പിന്നെ നമ്മൾ ഒന്നിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരാത്ത ക്ലാസ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, അത് പറഞ്ഞൊരു ടൈമിൽ മാത്രമേ. യെസ്. അപ്പൊ ഇത്രയും നാള് നമ്മൾ അറിവിന് വേണ്ടി പഠിച്ചു. അറിവിന് വേണ്ടി നമ്മളത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കൊരു 2-3 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. വി ഹാവ് ടു സ്റ്റഡി ഫോർ ദ എക്സാമിനേഷൻ. നമുക്കത് അതിനെ കുറിച്ച് കൂടി അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നത് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് മാത്രം ഒറ്റ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. അടുത്ത ഒരു ഹെഡിങ് എഴുതുക, എക്സാമിനേഷൻ സ്പെഷ്യൽ. എക്സാമിനേഷൻ സ്പെഷ്യൽ ഹെഡിങ്. ഓക്കെ സുരമ്യ, എക്സാമിനേഷൻ സ്പെഷ്യൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തൊക്കെ വെച്ചോ. ഇനിയുള്ള 2-3 ക്ലാസ്സുകൾ നമ്മൾ ഇതിനെ ഓറിയന്റേറ്റ് ആയിട്ട് പോകും കേട്ടോ. യെസ്. എന്നിട്ട് റോമൻ ലെറ്റർ 1 എഴുതുക. റോമൻ ലെറ്റർ 1 കേട്ടോ, റോമൻ ലെറ്റർ 1. എന്നിട്ട് എഴുതിക്കോ റോമൻ ലെറ്റർ 1 അതിന്റെ ക്വസ്റ്റ്യൻ യൂസ് ഫ്രേസൽ PHRASAL ഫ്രേസൽ verb 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 for the underlined UNDER underlined LINED underlined words. I will repeat the question. Use phrasal verb for the underlined words. ഇതായിരിക്കും ചോദ്യം. ആ റോമൻ ലെറ്റർ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ ഒരു വട്ടം കൂടി ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Okay, no problem. Use phrasal 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 verb 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 for the
for the underlined 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 words. WORDS words. Okay. അതിന്റെ അകത്ത് question number 1. Okay, Gila? Question number 1. The chief minister visited 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 the prime minister. The chief minister visited the prime minister. Okay. എന്നിട്ട് അടിയിൽ ABC എന്ന് പറയുന്ന ആൻസർ എഴുതിക്കോ. A called on, CALLED, called on. B called at, C സാർ no ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓപ്ഷൻസിൽ സാർ ഇപ്പം പറഞ്ഞു കോൾ ഓൺ, അത് കോളില് കോമ ഓൺ ആണ്, അങ്ങനെയാണോ എഴുതണ്ടേ? അല്ല, called on ഒരുമിച്ചാണ്. ആണോ സാർ? ഓക്കെ സാർ. ഓക്കെ called on കോമ B ആണ് called at, C called into, ABC. ഇനി ഞാൻ ചോദ്യം ഒന്നുകൂടി വായിക്കാം. മൂന്നാമത്തേത് ഒന്നുകൂടെ. Called into INT. ഞാൻ ചോദ്യം I will repeat once again. The chief minister visited the prime minister. ആ visited എന്നുള്ളതിന്റെ അടിയിൽ ഒന്ന് വരച്ചു തരും. visited എന്നുള്ളതിന്റെ അടിയിൽ ഒന്ന് വരക്കുക. ഓക്കെ, ചോദ്യം പിടി കിട്ടിയാലേ. തനുജയാണ് ഉത്തരം പറയേണ്ട ആള്. തനുജ ആലോചിച്ചിട്ട് പറഞ്ഞാൽ യു ടേക്ക് 1 or 2 seconds. ആലോചിച്ചിട്ട് പറഞ്ഞാൽ Called on. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ തനുജ. ഓക്കെ മ്യൂട്ട് ചെയ്യുന്നുള്ളൂ തനുജ. തനുജ പറയുന്നത് വിസിറ്റഡ് എന്ന് പറയുന്ന വേർഡിന്റെ അതേ മീനിങ് ഉള്ള വേർഡ് കോൾഡ് ഓൺ. അപ്പൊ കോൾഡ് ഓൺ ആണ് ആൻസർ എന്നാണ് തനുജ പറയുന്നത്. തനുജ, യുവർ ആൻസർ ഇസ് റൈറ്റ്, യു ഗെറ്റ് ദ പോയിന്റ്. തനുജയുടെ ഉത്തരം ശരിയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മ ഉണ്ടാവണം. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റഡ് അർത്ഥം. അപ്പൊ അത് ഓർമ്മ ഉണ്ടാവണം. കോൾഡ് അറ്റും വിസിറ്റഡ് ആണ്, കോൾഡ് ഓണും വിസിറ്റഡ് ആണ്. പക്ഷെ ഒരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ ഓണെന്നും ഒരു സ്ഥലമാണ് സന്ദർശിക്കുന്നതെങ്കിൽ കോൾഡ് അറ്റും. യെസ്. ഇപ്പോ ദ ചീഫ് മിനിസ്റ്റർ വിസിറ്റഡ് കാശ്മീർ എന്നാണ് ഞാൻ. അപ്പൊ ചീഫ് മിനിസ്റ്റർ എവിടെ പോയത്? കാശ്മീരാണ്. അപ്പൊ അവിടെ കോൾഡ് ഓൺ വരില്ല. അവിടെ എന്ത് വരുള്ളൂ? കോൾഡ് അറ്റ്. കാരണം ഒരു സ്ഥലമാണ് സന്ദർശിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് we will continue, CONTINUE, continue our relationship. We will continue our relationship. അത് കഴിഞ്ഞിട്ട് ആ കണ്ടിന്യൂ എന്നുള്ള വേർഡിന്റെ അടിയിലൊന്ന് വരച്ചേ. കണ്ടിന്യൂ. യെസ്, ഉത്തരം എഴുതിക്കോളൂ. ക്യാരി ഇൻ, CARRY, ക്യാരി ഇൻ, IN, ഇൻ അതാണ് എ. ക്യാരി ഇൻ. ബി ക്യാരി ഫോർ, CARRY, ക്യാരി ഫോർ, FOR. C carry on, CARRY ON, carry on. ജനൂഷക്കാണ് ചാൻസ് പറയാം. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സെക്കൻഡ് ഓപ്ഷൻ പറയാം. സെക്കൻഡ് ഓപ്ഷൻ ക്യാരി ഫോർ, ക്യാരി ഇൻ, ക്യാരി ഫോർ, ക്യാരി ഓൺ. സാർ യെസ്,
അത് പറട്ടെ. ആൻസർ പറഞ്ഞു. Carry on. Your answer is right. Very good, very good, very good. Okay. ജിനുഷ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. കണ്ടിന്യൂ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ക്യാരി ഓൺ. യെസ്. ഓക്കെ സിനി, ബിനി, കറക്റ്റ്. വെരി ഗുഡ്. അപ്പോ എല്ലാവരും ഒരെണ്ണം ടിക്ക് ചെയ്ത് വെച്ചേക്ക. ഞാൻ പറയാൻ പറഞ്ഞത് ശരി ഉത്തരം കേട്ടിട്ട് ടിക്ക് ചെയ്ത് നിൽക്കണം. നിങ്ങൾ ഒരെണ്ണം ടിക്ക് ചെയ്യും, മനസ്സിലെങ്കിലും ടിക്ക് ചെയ്ത് ഇതാണ് ശരി, ഞാൻ ഇതിനെ ഉറപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് തെറ്റുമ്പോ നമുക്കത് തിരുത്താം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണോ എക്സാമിന് വരണേ? ഇത് വരും. ഇതുപോലെയും വരും. യെസ്. ഓക്കെ. അതിന്റെ വരുന്ന സ്ട്രക്ചർ എന്റെ മോഡലാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ സാർ. I will not reduce reduce your salary. SALARY, salary. I will not reduce your salary. ഓക്കെ. ഐഡിയ നമ്മുടെ ചോദ്യം അതായതില്ലേ, ഫ്രൈസൽ വെർബ് ഉപയോഗിക്കുക. അണ്ടർലൈൻ ചെയ്ത് വേണ്ടിന് പകരം ഫ്രൈസൽ വെർബ് ഉപയോഗിക്കുക. യെസ്. ഇത് നമ്മൾ തുടക്കത്തിൽ നോക്കിയ കുറച്ച് കാര്യങ്ങളാണ്. യെസ്. അപ്പൊ ഐ വിൽ റിപ്പീറ്റ് വൺസ് മോർ. ഐ വിൽ നോട്ട് റെഡ്യൂസ് യുവർ സാലറി. ബ്രാക്കറ്റില് അടിയിൽ ABC 3 ശ്രദ്ധിക്കുക. A കട്ട് ഡൗൺ, CUT കട്ട് ഡൗൺ. B cut up. C cut in. Answer I will repeat. Cut down, cut up, cutting. Akhila, it is your turn. Yes, sir. പറഞ്ഞോളൂ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എല്ലാവരും ഒരെണ്ണം മാർക്ക് ചെയ്ത് വെക്കട്ടെ. ഓപ്ഷൻ എ കട്ട് ഡൗൺ ആണോ സർ? കറക്റ്റ് ആൻസർ. ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ലാണ്ട് പറഞ്ഞു. ആണ് എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ. ആൻസർ ഈസ് റൈറ്റ്. കറക്റ്റ് ആൻസർ. കട്ട് ഡൗൺ. ഞാൻ പറയാറില്ല, അത് കട്ട് ഡൗൺ ചെയ്യുന്നൊക്കെ പറയാറില്ല, കുറയ്ക്കുക. ഐ വിൽ നോട്ട് കട്ട് ഡൗൺ യുവർ സാലറി. നിന്റെ ശമ്പളം ഞാൻ കുറയ്ക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. She decided, DECIDED, decided to stop, STOP, to stop walking in the morning. She decided to stop walking in the morning. Okay. എന്നിട്ട് ആ സ്റ്റോപ്പിന്റെ അടിയിൽ ഒന്ന് വരച്ചു. സ്റ്റോപ്പിന്റെ അടിയിൽ ഒന്ന് വരച്ചു. പറഞ്ഞോളൂ. സാർ നേരത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലയോ, ഐ വിൽ നോട്ട് റെഡ്യൂസ് യുവർ സാലറി. അപ്പൊ അവിടെ എവിടെ അണ്ടർലൈൻ ചെയ്യണ്ടേ? അണ്ടർലൈൻ വേർഡ് ചെയ്യണ്ടേ സാർ? റെഡ്യൂസ് അണ്ടർലൈൻ ചെയ്യണ്ടായില്ലേ? ജെറുഷ, റെഡ്യൂസ് അണ്ടർലൈൻ ചെയ്യാം. ഇപ്പൊ ശരി. യെസ്. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരിക. ഷീ ഡിസൈഡഡ് ടു സ്റ്റോപ്പ് വാക്കിംഗ് ഇൻ ദ മോർണിംഗ്. അതിൽ സ്റ്റോപ്പ് അണ്ടർലൈൻ ചെയ്യും. സ്റ്റോപ്പ് അണ്ടർലൈൻ ചെയ്യാം. യെസ്. ഓക്കെ. ജെറുഷ അടിച്ചിരിക്കും. ABC 3 ആൻസർ. A give up. B give on. C give for. Give for. യെസ്. ഇത് മേഘനക്കാണ് ചാൻസ്. ഓക്കെ. റോഷ്നിക്ക് കിട്ടി. യെസ്. So the answer is give up. Give up. Your answer is right. Very good. Yes. Very good.
അടുത്തത് ഗാന്ധിജി GANDHIJA Gandhiji died on DIED died on 13th 30 എഴുതിയിട്ട് ഒരു TH ഇട്ടാൽ മതി 13th January J capital letter 13th January 1948 Gandhiji died on 13th January 1948 എന്നിട്ട് ആ ഡൈഡ് എന്നുള്ളത് ഒന്ന് വായിച്ചേക്ക അടിയിൽ ഡൈഡ് ആ പറയൂ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ഓക്കെ എഴുതിക്കോ Gandhiji died on DIED died on 13th January 1948 okay and adili ABC answer equal A passed above PASSED passed above ABOVE B passed by BY passed by C passed away AWAY passed away ഗ്രീഷ്മക്ക് കിട്ടി അല്ലേ, ധനുഷക്ക് കിട്ടി, ജെറൂഷക്ക് കിട്ടി. ചോദ്യം പക്ഷേ റോഷ്നിയോടാണ്. Okay, sir. Passed away. Passed away is a correct answer. Passed away is a correct answer. Next question. She wore WORE wore. സാർ ഒന്നുകൂടെ പറഞ്ഞ ഷീ വോർ WORE വെയർ ധരിക്കുക പാസൻസ് വോർ WORE കിട്ടി a new sari for the party she wore a new sari for the party എന്നിട്ട് ആ വോർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. യെസ് അടിയില് ABC ആൻസർ ചെയ്തിരിക്കോ A put on PUT put oil on put on B put in C put up put on put in okay Grishma and put up. ചോദ്യം റിൻഡയോടാണ്. റിൻഡ put on sir option A is a correct answer. Very good. തനുജ തുടങ്ങി വെച്ചിട്ട് ആരും തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ ബിനി കറക്റ്റ് യെസ് put on. അടുത്തത് he decided 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 to finish FINISH the project 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 in a month MONTH month. I will repeat the question. He decided to finish the project in a month. എന്നിട്ട് ആ ഫിനിഷിന്റെ അടിയിൽ ഒന്ന് വരച്ചേ.
യെസ്. എന്നിട്ട് ABC ആൻസർ ചെയ്തേക്കോ. A. Wind in. WIND. Wind in. B. Wind down. WIND DOWN. Down. അടുത്തത് C. Wind up. WINDUP. Wind up. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലേ? പക്ഷെ ആര്യക്കാണ് ചാൻസ്. സാർ പറഞ്ഞോളൂ. finish the project in a theater on the wind up. Wind up is the correct answer. Very good. Okay, Bini, it's the correct answer. Very good, very good, very good. Next question. Yes, ഇതിൽ നിന്ന് ഒരാൾ എടുക്കാം അല്ലെ? അപർണ resembles 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 her mother. Aparna resembles her mother. Yes. Answer the gulu. Sorry. Resembles the did resembles. Okay. And that is go. ABC. A. Takes after. TAKES. Takes after. B. Takes before. Takes before. C. Takes on. Takes on. Okay. Takes after, take before, and takes on. Aloshi. Aloshi lala. Asholi. Yes. I will come to you, Suramya. പറയൂ. Takes on ആണ് sir. Takes On ആണ്. ആണോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സത്യം പറയണ്ടേ? ഉറപ്പിക്ക്. സുരഭി മനസ്സിൽ പറയുന്നതായിരിക്കും, സാറ് ബാക്കിയുള്ളവരോടൊക്കെ എളുപ്പമുള്ളതൊക്കെ ചോദിച്ചു എന്നോട് കൃഷ്ണ വിചാരിച്ചില്ലേ? ഇല്ല കൃഷ്ണ, സത്യമായിട്ടില്ല സർ. പറഞ്ഞാണ്. ഓക്കെ, സുരഭി ഒന്നുകൂടി ആലോചിക്കും. ആസ്മി പറയൂ. Takes after. Takes after ആണ് സുരഭി. ബിനി takes before അല്ല, takes after. Takes after ഒരുപോലെ തോന്നുന്നതാണ്. യെസ്. അതിന്റെ ആ വാക്കിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ സാർ? ആ വാക്ക് പറഞ്ഞ ആ സെന്റൻസിന്റെ. അപർണ റിസംബിൾസ് ഹെർ മദർ. അപർണ അവളുടെ അമ്മയെ പോലെ ഇരിക്കുന്നു. അതുപോലെ ഇരിക്കില്ലേ? ഫേസ് നമുക്ക് ഇത് ഇന്നാളുള്ള മോളാണെന്ന് ചോദിക്കേണ്ട പറയാറില്ല നമ്മള്. യെസ്, അങ്ങനെ റിസംബിൾസ് ഒരുപോലെ തോന്നുക എന്നാണ്. ഓക്കെ, അടുത്തത്. Next question. The dentist, DENTIST, dentist has to, HAS, has to remove, REMOVE, remove this tooth, TOOTH. I will repeat. The dentist
has to remove this tooth. ആ റിമൂവിന്റെ അടിയിൽ ഒന്ന് വരച്ചു. റിമൂവിന്റെ അടിയിൽ. യെസ്. അതിന്റെ അടിയിൽ ABC മൂന്നാല് ശ്രദ്ധിക്കുക. A. Take out. Take out. B. Take in. In. Take in. C. Take two. Tio. Take two. Take two. Okay. ഗ്രീഷ് മുക്കറിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യ സർ പറയൂ. ടേക്ക് ഔട്ട്. ഓക്കെ ബിനി കറക്റ്റ് ആൻസർ ആണ്. ടേക്ക് ഔട്ട്. വെരി ഗുഡ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. I always search for SCARCH. Search for new sarees. I always search for new sarees. ഫാത്തിമ ഇതിനകത്ത് ഏത് വാക്കാക്കി അണ്ടർലൈൻ ചെയ്യാം? സെർച്ച് ഫോർ. സെർച്ച് അല്ല, സെർച്ച് ഫോർ ആയിക്കോട്ടെ. സെർച്ച് ഫോർ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. ABC ആൻസർ എഴുതിക്കോ. Look down. B. Look to Tio. Look to. C. Look up. Fatima, the train is yours. Look to. Sir. ഒന്നുകൂടെ ആലോചിക്കും. Look up. Search for എന്ന് പറഞ്ഞാൽ look up ആണ്. Yes, search for. Look up. Yes. Okay. Very good. അപ്പൊ നിങ്ങളുടെ പ്രകടനം ഇതിൻ്റെ അകത്ത് കുഴപ്പമുണ്ടായില്ല. ഇനി അടുത്ത ഹെഡിങ് റോമൻ ലെറ്റർ 2 ഉണ്ട്. റോമൻ ലെറ്റർ 2. നേരത്തെ നമ്മൾ റോമൻ ലെറ്റർ 1 എപ്പോഴും ഓർമ്മയിട്ടാണോ? അടുത്ത ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ പറയണേ. റോമൻ ലെറ്റർ ഓർമ്മയിലായി. റോമൻ ലെറ്റർ 2 2. യെസ്. എന്റെ അടിയിൽ എഴുതിക്കൂ. അതിന്റെ അടിയിലല്ല, എന്റെ നേരെ എഴുതിക്കൂ. Fill in the blanks using USING. Using correct CORRECT. Correct prepositions. 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 I will repeat the question. Fill in the blanks using correct prepositions. Yes, preposition ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ ഈ റോമൻ ലെറ്റർ 2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വിമല goes 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 dash school
every morning. Every morning. Yes. A, B, C. At the answer you go. A. To Theo. B. On. Oil. On. A എന്താണ് സാറേ? A എന്താണ്? To Theo. B. On. C. For. F over 4. ദീപക്കാണ് അവസരം. Goes to school. To school. Correct answer ആണ്. Very good, very good, very good. അടുത്തത് കിങ് ലയർ. കിങ് എന്നുള്ളത് കെ ക്യാപിറ്റൽ KING. കിങ് ക്യാപിറ്റൽ ആയിരിക്കും, കാരണം സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ. പിന്നെ ലയർ LEAR. L ക്യാപിറ്റൽ. was a written WRITTEN. written dash Shakespeare. S capital SHAKESPEAR. Yes. അടിയിൽ ABC എന്ന് പറഞ്ഞ ആൻസർ ആയിരിക്കും. A. To Theo. B. In IN. C. By BY. By. Abarna, it is your turn. Sir, bye. Okay, Bini. Okay, Abarna. Correct answer written by. ഒന്നും കൂടെ വായിക്കാം. No. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു തരാം. King Lear was written dash Shakespeare. King Lear is the name of a book. Yes. Next question. Can you complete the work? Complete the work dash to TWO2 and 2 weeks. 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 I will repeat. Can you complete the work dash 2 weeks? Aicha. WEEKS. weeks. Okay. I will answer the ABC. A. In. B. On. C. For. BD, it is your turn. Yes. BD, type ചെയ്തിട്ടുണ്ട്. In നിന്ന് കറക്റ്റ് ആൻസർ ആണ്. In 2 weeks ആണ്. Yes. അടുത്ത സർ, ക്വസ്റ്റ്യൻ. അതിൽ സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു? ഇൻ കഴിഞ്ഞിട്ട് എന്തായിരുന്നു? ബി. ഓൺ. ഓൺ. ഓക്കെ. അടുത്തത് അഡ്വാൻസ് ആയിട്ട് പറയാല്ലേ. അടുത്തത് ഗ്രീഷ്മക്കാണേ. We have been living here dash 1967. 1967. We have been living here dash 1967. Answer. A. By BY.
B, since. S-I-N-C-E, since. A, for, a power. സാറേ അത് എ ബൈ ബി സിൻസ് സി എന്താ? For, a power. ഓക്കെ സാർ. Okay, Grishma. Sir, answer is since. Since ആണ് അല്ലേ? സിൻസ് എന്ന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, സിൻസ് ആണ് അല്ലേ? കാരണം സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. പിന്നെ സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ കാണിക്കുന്നതാണ്. 1967 മുതൽ എവിടം വരെ എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവിടെ ഒരു 6 വർഷം 7 വർഷം എന്നൊക്കെ ആണെങ്കിൽ 4 വരും. 4 പീരീഡ് ഓഫ് ടൈമിന്റെ കൂടെയും സിൻസ് പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെയും മാറിപ്പോകരുത്. നമ്മൾ നേരത്തെ കോൾ ഓൺ കോൾ ആയിട്ട് എന്ന് പറഞ്ഞില്ലേ? സിൻസ് പോയിന്റ് ഓഫ് ടൈം, കറക്റ്റ് പോയിന്റ് മുതൽ 4 എ പീരീഡ് ഓഫ് ടൈം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജ്യോതിലക്ഷ്മിക്കാണ് ചാൻസ്. Okay, sir. ഓക്കെ ഗെറ്റ് ഇത് വായിക്കുന്നതിന്റെ ഒപ്പം മനസ്സുകൊണ്ട് നിങ്ങൾ കൂടെ പോന്നോ? യെസ്. I will reply dash the letter on Friday. I will reply dash the letter on Friday. Yes, A, B, C, go. A, for B, on oil. C, 2, go. Sir, മൂന്നാമത്തെ എന്താ പറഞ്ഞത്? 2, TO2. Okay, sir. Sir, on the letter. I will reply to the letter. ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ റിപ്ലൈ ടു എന്നല്ല നമ്മൾ പറയാറ്. നമ്മൾ ആ ചില വാക്കുകൾ പ്രിപ്പോസിഷൻ പഠിച്ചപ്പോൾ ചില വാക്കുകളെ കൂടി ചില വാക്കുകൾ പ്രിപ്പോസിഷൻ വരുമെന്ന് പറയില്ലേ? അപ്പൊ അവിടെ റിപ്ലൈ ടു ആണ് ജ്യോതിലക്ഷ്മി. യുവർ ആൻസർ ഈസ് റൈറ്റ്. ഓക്കെ. അടുത്തത് the train left the station dash time. I will repeat. The train left the station dash time. Okay. And അടിയിൽ A, B, C എഴുതിക്കോളൂ. മേഘന, it is your turn. A, on. B, Sir, last dash time. A, B, C A, on. B, by, by, by. C, for, a power. Okay, Jerusha, Grishma, Tanuja. On അല്ലേ സർ? ഉറപ്പിക്കും മേഘന. On. Very good. Correct answer. Yes, okay. On ആണ് correct. On time ആണ്. This is correct സമയം. Next question. My father
is dash New Delhi. N capital letter, D capital letter. My father is dash New Delhi. അടിയിലെ ABC എഴുതിക്കോളൂ. A. In B. On oil. C. By. BY by. Just now, it is your turn. Just now, Jody. Yes, അപ്പൊ ജസ്റ്റിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തനുജക്ക് തരാം. തനുജ ഇന്നല്ലേ പറഞ്ഞേ? കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. ഇൻ നൂഡൽസ്. അടുത്തത് ഓക്കെ ബിനി. വാട്ട് ആർ യു looking? LOOKING. Looking dash into question mark. What are you looking dash question mark? Yes. അടിയിലേക്ക് ഉത്തരം പറയാതെ തന്നെ ഉത്തരം കിട്ടിയ ആൾക്കാരുണ്ടല്ലേ. A. For. B. In. In. C. After. 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 Jerusha, it is your turn. Okay, sir. Sir, correct answer is 4. The correct answer is 4 എന്ന് പറയുന്നതാണ് പറഞ്ഞത്. That is a correct answer. Very good. Yes. അടുത്തത് റോമൻ ലെറ്റർ 3. റോമൻ ലെറ്റർ 3. സാറേ No. റോമൻ ലെറ്റർ 3. നമ്മൾ 1 2 3 ആരംഭിച്ചില്ലേ? 12 ഇപ്പൊ കഴിഞ്ഞു. 3 റോമൻ ലെറ്റർ 3. യെസ്. എന്നിട്ട് അതിന്റെ നേരെ ചോദ്യം ചോദിക്കുക. യൂസ് പ്രസന്റ് PRESENT. പ്രസന്റ് ജസ്റ്റ് അവിടെ ഉണ്ടായില്ലേ? യൂസ് present participle PAR TICIPLE participle of the verb VERB, verb given in brackets BRACKETS brackets. So I will repeat the question. Use present participle of the verbs given in brackets. So this is the pretty kanavalo. Yes. ആ മൂന്നാമത്തെ റോമൻ ലെറ്ററിന്റെ കീഴിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. I have a cook, COOK, cook channel, 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 full stop. I have a cook channel. എന്നിട്ട്
ആ കുക്ക് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലാണ്. കുക്ക് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലാണ് കേട്ടോ. അതിന്റെ അടിയിൽ ABC എഴുതിക്കോ. 1 A കുക്കിംഗ്, COOKING കുക്കിംഗ്. B cooked, COOKED cooked. C cooks, COOKS cooks. Akhila, it is your turn. I have a cooking channel. കുക്കിംഗ് ചാനൽ അതാണ് പറഞ്ഞത്. അതെ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. പിന്നെ എന്താണ് കൈവിട്ട് പോണേ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് വിനി പറഞ്ഞത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. കുക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യത്തിൽ എന്തായാലും ചോദ്യം ശ്രദ്ധിക്കണം. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേറെ, പ്രസന്റ് പാർട്ടിസിപ്പിൾ വേറെ കേട്ടോ. മറിപ്പോയല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He is read read a book. He is read a book. ആ റീഡ് എന്നുള്ള വേർഡ് ബ്രാക്കറ്റ് ആണ്. ഓക്കെ ഗ്രീഷ്മ. അതിന്റെ അടിയിൽ ABC എഴുതിക്കോ. A റീഡബിൾ, READABLE readable. B reads, READS reads. C reading, READING reading. Roshni, it is your chance. Yes, sir. പറഞ്ഞോളൂ. റീഡിംഗ് എ ബുക്കാണ്. ആണോ? ഒരു വേണമെങ്കിൽ അല്ലേ തുറപ്പിക്കാം, അല്ലെങ്കിൽ മാറ്റി പറയാം. റോഷന്റെ ഇഷ്ടം. മൂന്നും വെച്ചത് പറഞ്ഞു നോക്കും. ഒരെണ്ണം സ്മൂത്ത് ആയിട്ട് വരും, ബാക്കിയൊക്കെ കല്ല് കടിക്കുന്ന പോലെ തോന്നും. റീഡിംഗ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യു ആർ ലക്കി. ലക്കി നിൽക്കുകയാണ്, കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ ആണോ എന്ന് ചോദിക്കേണ്ട, ആണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I like work woman. WOMEN. I like work woman. ആ വർക്ക് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കും. വർക്ക് ഈസ് ഇൻ ബ്രാക്കറ്റ്. ഓക്കെ. അതിന്റെ അടിയിൽ ABC ആൻസർ ചെയ്തു. A working. B worked, WORKED worked. C works, WORKS works. Rinda, it is your chance. I like working woman. Working, okay Bini. Okay Rinda, it's a correct answer. Working woman. അടുത്തത് dash. Oh, sorry, dash അല്ല. Have, HAV, have cooked, COOKED cooked. Food, she washed, WASHED washed the plates, PLATES. ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അവൾ പ്ലേറ്റ് കഴിക്കും. I will repeat the question. Have cooked food, she washed the plates. ഇതിനകത്ത് ആ have എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലാണ്. Have.
യെസ്. എന്നിട്ട് അടിയിലെഴുതിക്കോ ഹാസ് എ ഹാസ് ബി ഹാഡ് HAD ഹാഡ്. അടുത്തത് സോറി സി ഹാവിങ് ആര്യ ഇറ്റ് ഈസ് യുവർ ടേൺ. Okay, sir. Having ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെ ആണോ ചോദിക്കണ കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ജെറൂഷ എങ്ങനെയാണ് ഹാസ് തന്നെ? ഹാസ് നമ്മള് ചോദ്യം നോക്ക്, ഷീ കഴിഞ്ഞാല് ഹാസ വരുള്ളൂ, കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ചോദ്യം എന്തായിരുന്നു? യൂസ് ദ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ആ ചോദ്യത്തിൽ നിന്ന് വിട്ടുപോലെ, അതാണ് നമ്മുടെ റോമൻ ലെറ്ററിലെ ചോദ്യം, അവിടെ നിന്ന് വിട്ടുപോകരുത് കേട്ടോ. യെസ്. അടുത്തത് I saw SAW saw. I saw. സുരമിക്കാണ് ചാൻസ്. Yes, sir. A fly 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 bird. I saw a fly bird. ആ ഫ്ലൈ എന്നുള്ള ബ്രാക്കറ്റ് കൊടുത്താ യെസ്. അതിന്റെ അടിയിൽ എഴുതിക്കോളൂ ആൻസർ ABC. ഫ്ലൈയിങ് A ഫ്ലൈയിങ്, B ഫ്ലൈസ് FLIES ഫ്ലൈസ്, C flew FLEW flew. Sir, I saw flying bird. I saw a flying bird. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരെ നിങ്ങൾ പറഞ്ഞാൽ മതി. റോമൻ ലെറ്റർ 3 നമ്മൾ നിൽക്കുന്നത് പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഈ മോഡൽ വെച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. We will meet in the next class. പക്വതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും we will meet in the next class. Okay, ശരി. Thank you, sir. Thank you, sir. Thank you, sir. Okay, welcome. Thank you, sir. Okay.